അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 17 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 18ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതഹ്സബുഹും അയ്ഖാലൻ വഹും റുഖൂദ് ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت മിൻഹും റുഅബ. നമുക്ക് 18ാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. വതഹ്സബുഹും വവിനെ ചുണ്ട് സർക്കിളാക്കി പിടിച്ച് റൗണ്ടിൽ പിടിച്ചിട്ട് വേണം കേട്ടോ പറയാനായിട്ട്. വതഹ് ഹഫ് സുക്കൂന് കൊടുക്കുക, ഇവിടെ ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തഹ് വതഹ്സബുഹും, ഹും മീമിനെ ഇവിടെ വ്യക്തമാക്കി ഓതുക. വതഹ്സബുഹും അയ്ഖാലൻ, ഖാഫ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഖാഫ് എവിടെ നിന്നാണ് വരുന്നത്? നാവിൻ്റെ മുരട് ഭാഗം ഖാ. ഓക്കെ, അയ്ഖാലൻ തൻവീനു ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതൂ അല്ലേ. അപ്പം എങ്ങനെ ഓതും? അയ്ഖാലൻ. ഓക്കെ, ഇങ്ങനെ ഓതുക കേട്ടോ. അയ്ഖാലൻ വഹും, ഇവിടെയും ഹും വ്യക്തമാക്കണം കേട്ടോ. വഹും റുഖൂദ്, റുഖൂദ് അവസാനത്തിൽ നിർത്തുകയാണെങ്കിൽ, ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നിർത്തുകയാണെങ്കിൽ അവിടെ ദാലാണ് വരുന്നത് അവസാനം നിർത്തുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ ദാലിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. റുഖൂദ്. ഓക്കെ, എന്നിങ്ങനെ എന്ത് ചെയ്യണം? ഫുൾ സുക്കൂന് കൊടുക്കണം നിർത്തുകയാണെങ്കിൽ. നിർത്താതെ കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ റുഖൂദും വനുഖല്ലിബുഹും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും കേട്ടോ. അപ്പോൾ ഇവിടെ കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ നമ്മൾ തെൻവീനു ശേഷം വാവ് വന്നാൽ റുഖൂദും മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. ഇത് ആംബ്യൊന്നെ ചെയ്യണം, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. ഓക്കെ, റുഖൂദും വനുഖല്ലിബുഹും. ഓക്കെ, ഇവിടെ ലാമിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. നുഖല്ലിബുഹും, ഹും വ്യക്തമാക്കി ഓതുക. ദാതൽ യമീനി, ദാത രണ്ടനക്കം നീട്ടി കൊടുക്കുക. അതുപോലെ യമീനി എന്ന് പറയുന്ന സ്ഥലത്തും രണ്ടനക്കം നീട്ടാനുള്ള മദ്ദാണ് സാധാരണ മദ്. ഓക്കെ, നീട്ടി കൊടുക്കുക കേട്ടോ. വദാത ശിമാൽ, വദാത ഇവിടെയും നീട്ടി ഓതി കൊടുക്കുക. വദാത ശിമാൽ, ഷീന് ശ്രദ്ധയുണ്ട്, ഷീനെ ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കണം കേട്ടോ. ഷിമാൽ നിർത്താനുള്ള സുല ഉണ്ട് ഇവിടെ, നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. കൂട്ടിച്ചേർത്ത് ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, അപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ വദാത ശിമാലി വകൽബുഹും. ഓക്കെ, ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവാം കേട്ടോ. വകൽബുഹും ബസീതും, വകൽബുഹും, വകൽബുഹും പറയരുത് കേട്ടോ, കാഫാണ്, ചെരിവ് വേണം കേട്ടോ. വകൽബുഹും മീമിന് സുക്കൂന് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അല്ലേ. മീമിന് ശേഷം ബ വന്നാൽ, ഇവിടെയുള്ള നിയമം മീമിൻ്റെ നിയമമാണ്. മീമിന് ശേഷം ബ വന്നാൽ ഇവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിച്ചു ഓതണം, മറച്ച് മണിച്ച് ഓതണം. അവിടെ കൽബുഹും എന്ന് പറയാൻ അവിടെ മീമിന് സുക്കൂനില്ല അല്ലേ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്ത് ഓതിപ്പോണം, മറച്ച് മണിച്ച് ഓതിപ്പോണം കേട്ടോ. ഓക്കെ, ബസീതും തുൻദിറ, ഇവിടെ നോക്കൂ, തുൻ എന്ന് രണ്ടും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളവിടെ ഇഖ്ഫ ചെയ്യണം. ബസീതും ഇഖ്ഫ ചെയ്യണം. തെൻവീൻ
തെൻവീനിലെ ഇരട്ട ഫതഹ, ഇരട്ട കെസറ, ഇരട്ട ലൊമ്മ, ഇതിനുള്ള ഇരട്ട ലൊമ്മയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം കേട്ടോ. ബസീതുൻ ദിറാഇഹി, ദിറാഇഹി, ദി അല്ല കേട്ടോ, ദാലാണ്, ദാല്, ദി. ഓക്കെ, ദിറാഇഹി, ദിറാഇഹി ബിൽ വസീദ്, ബിൽ വസീദ്, ബിൽ സ്വാദ്. സ്വാദ് എന്ന് പറയുന്നത് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ്. ഓക്കെ, വസീദ്. ദാലിന് സുക്കൂന് കൊടുത്ത് നിർത്തുകയാണെങ്കിൽ ഫുൾ സുക്കൂന് കൊടുത്ത് നിർത്തണം കേട്ടോ. ദ് എന്ന് പറഞ്ഞ് നിർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ബിൽ വസീദിൽ വിത്തലഅത എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം കേട്ടോ. ലവിത്തലഅത അലൈഹി, ലവിത്ത, നോക്കൂ, ലവിത്ത. നേരെ വാവിൽ നിന്നും നേരെ എവിടേക്ക് വന്നു? ത്വയിലേക്ക് വന്നു അല്ലേ? കൂട്ടിച്ചേർത്ത് ഹംസത്തുൽ വസ്ലിന് ഇവിടെ ശബ്ദമില്ലല്ലോ. അപ്പം നമ്മൾ വാവിനെ നേരെ ത്വയിലേക്ക് അങ്ങ് കൂട്ടിച്ചേർത്തു. ലവിത്ത. ഓക്കെ, ലവിത്തലഅത. ഐന് സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ലവിത്തലഅത അലൈഹിം, അലൈഹിം ലവല്ലൈത, ലവല്ല, ലാക്ക് ശബ്ദമുണ്ട്. അപ്പോൾ ഒന്ന് കനപ്പിച്ചോദ്യം. ലവല്ലൈത മിൻഹും. ഇവിടെ നൂനിൻ്റെ മുകളിൽ വ്യക്തമായിട്ട് സുക്കൂന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇവിടെ ഇൽഹാറാണ്, വ്യക്തമാക്കി ഓതണം. മിൻഹും. ഓക്കെ, മിൻഹും. കണ്ടോ, മീമിൻ്റെ മുകളിലും നൂനിൻ്റെ മുകളിലൊക്കെ സുക്കൂന് കണ്ടാൽ അവിടെ വ്യക്തമാക്കി ഓതണം നമ്മൾ കേട്ടോ. മിൻഹും ഫിറാറൻ, ഫിറാറൻ, ഫിറാറൻ. കണ്ടോ, തെൻവീനിന് ശേഷം വൗ വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇത് ആംബിഉന്നയാണ്. ഓക്കെ, ഫിറോ, ഇവിടെയൊക്കെ എന്താണ്, രണ്ടനക്ക നീട്ടാനുള്ള സാധാരണ മദ് വന്നിട്ടുണ്ട്, നീട്ടിക്കൊടുക്കണം കേട്ടോ. ഫിറോറം. കണ്ട, മണിച്ച് കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതണം. ഇത് ആംബിഉന്ന. മണിച്ച് കൂട്ടിച്ചേർക്കുന്നതിന് എന്ത് പറയും? ഇത് ആംബിഉന്ന എന്ന് പറയൂ അല്ലേ? ഫിറോറം വലമുലിത്ത, വലമുലിത്ത. ഇവിടെ ഹംസക്ക് സുക്കൂന് വന്നിട്ടുണ്ട്, ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വലമുലി ഇത്ത എന്ന് ചിലരെ ഓതുമ്പോൾ വലമുലി ഇത്ത എന്നായി പോവും. ഓക്കെ, ശ്രദ്ധിക്കണം. വലമുലി ത. ഓക്കെ, ഹംസേൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ എപ്പോഴും ഹാഫ് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, വലമുലി ത മിൻഹും റുഅബ, മിൻഹും. നൂനിനെ ഇവിടെ വ്യക്തമാക്കണേ. നൂനിന് സുക്കൂനുണ്ട്, മീമിനും സുക്കൂനുണ്ട്. മിൻഹും എന്ന് വ്യക്തമാക്കി ഓതുക. മിൻഹും റുഅബ. ഇവിടെ ഹാഫ് സുക്കൂന് മതി. ഐന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂന് മതി. എന്താണ് അവിടെ? എന്തല്ല? കൽക്കലയുടെ ലെറ്റർ അല്ല ഐൻ. ഓക്കെ, അതുപോലെ തന്നെ നൂന് ഒന്നും കൽക്കലയുടെ ലെറ്റർ അല്ലല്ലോ. ഇതൊന്നും കൽക്കലയുടെ ലെറ്റർ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ഹാഫ് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? റുഅബ, മിൻഹും റുഅബ. ഓക്കെ, നീട്ടി രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.